നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരു പുതുവർഷദിന ആശംസകൾ. ഈ വർഷം നിങ്ങളെല്ലാവരും എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു, എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നു, അതെല്ലാം നടക്കട്ടെ. ഇപ്പം നമുക്ക് കഥകളിലോട്ട് പോകാം. കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് നമ്മൾ വൈക്കിങ്സ് എന്ന് പറയുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ആത്ലിസ്റ്റിനെ കിങ് എഗ്ബത്തിൻ്റെ സൈനികർ പിടിച്ചുകൊണ്ടുപോയി കുരിശിലേറ്റി കൊല്ലാൻ നോക്കും. പക്ഷേ കിങ് എഗ്ബത്ത് വന്ന് തടയും. അതിനുശേഷം റാഗ്നറുള്ള ആ അഴുക്കായിട്ടുള്ള വീട്ടിലേക്ക് ലഗാത്തയും അവളുടെ സൈന്യം കൂടെ വരും. ബിയാണിനെ കണ്ടതെന്ന് നമ്മുടെ റാഗ്നറിനാണെങ്കിൽ നല്ല സന്തോഷം. ഇവർ രണ്ടുപേരും കൂടെ കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചിട്ട് ബിയാണിനെ റാഗ്നർ ഉള്ളിൽ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷേ ലഗാത്തയോട് ഒരു വാക്ക് പോലും സംസാരിക്കില്ല. ലഗാത്തയും അങ്ങനെ ഉള്ളിൽ പോകും. ഇതിനുശേഷം ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ നോക്കാം. വൈക്കിങ്സ് സീസൺ 2 എപ്പിസോഡ് 5 ആൻസർ ഇൻ ബ്ലഡ്. ഇപ്പോൾ അഴുക്കായിട്ടുള്ള വീട്ടിലേക്ക് ലഗാത്ത ഇങ്ങനെ പോകും. റോളോയിനെ കാണും. റോളോയിനെ കണ്ടതും റോളോ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ലഗാത്തയെ കാണുന്നത്. അങ്ങനെ സ്വാഗതം ചെയ്യും. ഇപ്പോൾ ലഗാത്ത റോളോയോട് എനിക്കും എൻ്റെ മകനും റാഗ്നറിനെ സഹായിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിങ്ങനെ പറയും. ഇപ്പോൾ ബിയാൻ ഉള്ളിൽ വന്നതും റോളോ ബിയാണിനെ കണ്ടത് ഇപ്പം നന്നായിട്ട് സന്തോഷം വരും. ഹോ ബിയാൻ, നീ നന്നായിട്ട് വലുതായില്ലടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. ഇപ്പോൾ ഫ്ലോക്ക് ബിയാണിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് നീ നിന്റെ പാത തന്നെ പിന്തുടർന്നു. ലഗാത്ത പോയിട്ട് ഇങ്ങനെ സിഗിയെ കാണും. അതിനുശേഷം ബിയാണും ലഗാത്തയും പ്രിൻസസ് ആസ്ലോഗിനെ പോയി കാണും. അപ്പോൾ ആസ്ലോഗ് ഇതാണ് എൻ്റെ മകൾ ഊബെ വിൻസെക് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ കുഞ്ഞിനെ ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് എടുക്കും. ഈ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ കുട്ടിൻ്റെ പേരാണ് സിഗരറ്റ് സ്നേക്കിൻ്റെ കണ്ണാണ് എന്ന് പറഞ്ഞ് ഇവനെ പറയും. ഇപ്പോൾ റാഗ്നർ വരും. ഇപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ട്രോസ്റ്റിൻ പറയും ലഗാത്ത ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകളെ കൂട്ടിയാലും കാത്തകെട്ടിൽ ഇപ്പോഴും നമ്മൾ യുദ്ധം ചെയ്താലും നമ്മൾ ജയിക്കില്ല. എൽബോക്ക് ഇപ്പോൾ നല്ല ശക്തനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ റോളോ നമ്മൾ കാത്തകടലിൽ നിന്ന് എൽബോഗിനെ തുരത്തണം. ഇവിടെ നമ്മുടെ സൈന്യം കൂടിയ വിവരം അവൻ അറിഞ്ഞു കാണില്ല. അവനെ നിരന്തരം നമ്മൾ ഭീഷണി ഉണ്ടാക്കണം. അപ്പോൾ ഫ്ലോക്കി അതിന് നമ്മളിപ്പോഴെന്താണ് ചെയ്യേണ്ടത്? ഭക്ഷണം തന്നെ. നമ്മളിൽ കുറച്ച് ആളുകൾ കാത്തകടലിലേക്ക് പോകുന്നു. മഞ്ഞുകാലത്തേക്ക് അവർ മാറ്റിവെച്ചിരിക്കുന്ന അവരുടെ ധാന്യം നശിപ്പിക്കുന്നു. ഇത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഫ്ലോക്കി പറയുമ്പോൾ റാഗ്നർ വേണ്ട, ഞാനും എൻ്റെ മകനും പോകാം, വളരെ കുറച്ചാളുകൾ മതി എന്ന് പറയും. കിങ്ഡം ഓഫ് വെക്സസ് ഇംഗ്ലണ്ടിൽ കൊട്ടാരത്തിൽ കോടതിയിൽ കിങ് എഗ്ബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് മുഖമൊക്കെ മറച്ചിട്ട് ഇങ്ങനെ വരും. അപ്പം കിങ് എഗ്ബത്ത് നിന്റെ മുഖം എനിക്ക് കാണുന്നില്ല. അപ്പം പറയും ഞാനൊരു ക്രിസ്ത്യനായിരുന്നു, എൻ്റെ മുഖം അങ്ങനെ എല്ലാവർക്കും കാണിക്കാൻ പറ്റില്ല മൈലോഡ്. പക്ഷേ ഞാൻ അങ്ങനെ ആരെങ്കിലും ഒരാളല്ല. ഞാൻ കിങ് എഗ്ബത്താണ്. നിന്റെ മുഖം കാണിച്ചേ പറ്റൂ. അല്ലാതെ നീ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയും? ഇപ്പം അവളിങ്ങനെ മുഖമൊന്ന് കാണിച്ചു കൊടുക്കും. ഇപ്പം അവളുടെ മുഖമൊന്ന് നോക്കി ഇതാരാണ് ചെയ്തത് എന്ന് ചോദിക്കും. ഇതെൻ്റെ ഭർത്താവാണ് ചെയ്തത്. എൻ്റെ ഭർത്താവിന് എന്നെ വിശ്വാസമില്ല എന്ന് പറയും. അപ്പം അയാൾ പറയുന്നത് സത്യമാണോ? അല്ല എന്ന് പറയും. ആത്ലിസ്റ്റിനെ കുരിശിലേറ്റി കൊല്ലാൻ നോക്കിയപ്പോൾ കിങ് എഗ്ബത്താണ് രക്ഷിച്ചത്. ഇപ്പം ആത്ലിസ്റ്റിനെ കൂടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പം ആത്ലിസ്റ്റിനോട് ചോദിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ അവിശ്വാസികളായിട്ടുള്ള അവർ എന്താണ് ചെയ്യുന്നത്? അവരൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകി അവരെ മുൻനിർത്തി വിധി കൽപ്പിക്കും. അപ്പ കിങ് പക്ഷേ ഇവളുടെ ഭർത്താവിന് ഇവളുടെ മേലെ പൂർണ്ണ അധികാരമുണ്ട്. ഉറപ്പായും ഇവളോട് അയാൾക്ക് എന്തു തോന്നുന്നു അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് പറയും. പക്ഷേ അവിശ്വാസികളുടെ നിയമപ്രകാരം അങ്ങനെയല്ല. അപ്പോൾ അവരുടേത് ഞങ്ങളുടെ നിയമത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നാണോ? എല്ലാ കാര്യത്തിലും എല്ലാം മൈലോഡ്. അപ്പോൾ ആത്ലിസ്റ്റം പറയുന്നത് കേട്ട് ഇപ്പം അദ്ദേഹം ഈ പെണ്ണിന് പൂർണ്ണമായിട്ടും സംരക്ഷണം കൊടുക്കൂ എന്ന് പറഞ്ഞ് പറയും. ഇപ്പം അവളും എങ്ങനെയാണ് നന്ദി പറയുന്നത് എന്ന് എനിക്കറിയില്ല മൈലോഡ്, നന്ദി നന്ദി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നന്ദി പറയേണ്ടത് എന്നോടല്ല ഈ അവിശ്വാസിയോടാണ് എന്ന് പറയും. ഇപ്പോൾ അതേ ദിവസം രാത്രിയിൽ തന്നെ റാഗ്നറും ബിയാണും പിന്നെ രണ്ടുപേരും കൂടെ കാത്തകെട്ടിൽ വരും. ധാന്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ ധാന്യശാലയുടെ അടുത്തേക്ക് പോകും. ഇപ്പം അവിടെയാണ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ധാന്യശാലയുടെ അടുത്തായിട്ട് എൽബോഗിൻ്റെ കുറച്ച് സൈനികരുണ്ട്. പിന്നെ വേറെ രണ്ടുപേരും കൂടെ വന്നു എന്ന് പറഞ്ഞല്ലേ, അവർ രണ്ടുപേരും കൂടെ വേറൊരു സ്ഥലത്തേക്ക് പോകും. ഇവരുടെ കയ്യിലുള്ള ശംഖൂതും. ഇത് കാരണം കൊണ്ട് അടുത്തുള്ള പട്ടികളൊക്കെ ഇങ്ങനെ കുരയ്ക്കും. ഇത് കാരണം കൊണ്ട് ആ ധാന്യശാലയുടെ അടുത്തുള്ള സൈനികരെയൊക്കെ ആ ശബ്ദം കേട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ഒരു സൈനികൻ മാത്രം അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ തലയിൽ തന്നെ റാഗ്നർ കോടാലിയും കൊണ്ട് ഒരൊറ്റ എറിയും. ആ സൈനികൻ്റെ മുഖത്തിന് ഇങ്ങനെ കുത്തി നിൽക്കും. റാഗ്നറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും പിന്നെയും പിരിഞ്ഞു പോകും ഇവരുടെ സൈനികരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി. ആ രണ്ടുപേരിൽ ഒരുത്തൻ പിരിഞ്ഞു പോയില്ല. അതിൽ ഒരുത്തൻ ഇവരുടെ കയ്യിൽപ്പെടും. അപ്പം തന്നെ ഇവരെല്ലാവരും കൂടെ നല്ല അടിയടിച്ച് ആ സൈനികനെ കൊല്ലും. വേറൊരാൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടി വന്ന് ഒരു പോരാളി എങ്ങനെയൊക്കെയോ കൊന്ന് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വരും. ബിയാണും റാഗ്നറും ആ ധാന്യശാലയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. വൈക്കോലൊക്കെ എടുത്ത് തീ കത്തിച്ചിട്ട് ആ തീയെടുത്ത് ആ ധാന്യ അറയുടെ ഉള്ളിലിട്ട് ആ ധാന്യശാല ഇങ്ങനെ കത്തിക്കും. ഇത് കാരണം കൊണ്ട് ആ ധാന്യശാല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. റാഗ്നറും ബിയാണും പിന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനും ഇവരെ 3 പേരും കൂടെ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടും. അടുത്ത ദിവസം രാവിലെ ആയതും എൽബോഗിന് ഈ ധാന്യശാലയൊക്കെ കത്തിയ കാര്യം അറിയാം. അപ്പോൾ അദ്ദേഹം ചുറ്റും നോക്കും. ഒരു പാറയുടെ പുറത്ത് ഇങ്ങനെ ചോരയൊക്കെ ആയത് കാണും. ഇപ്പം ആ ചോരയെ പിന്തുടർന്ന് പോവാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എൽബോഗിൻ്റെ ഭാര്യ ടോറി ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്ന്
എന്ന് പറയും. പക്ഷേ എന്നാലും ആ ചോരയുടെ പിന്തുടർന്ന് തന്നെ എൽബോഗ് പോകും. ഇങ്ങനെ കുറച്ച് ദൂരം പോയതും ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ ആ ആളുടെ അടുത്ത് എൽബോഗിനെ അടുത്ത് പോകും. ആ മനുഷ്യരെ തൊട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം എപ്പോഴോ മരിച്ചതാണെന്ന്. എൽബോഗിന് ഇപ്പോഴാണ് എല്ലാം മനസ്സിലാകുന്നത്. ഇതെല്ലാം ഒരു കെണിയാണെന്ന്. ഇവരെ വിളിച്ചു വരുത്തി അടിക്കാൻ നിൽക്കുകയാണ്. എൽബോഗ് വിചാരിച്ചതുപോലെ തന്നെ ഈ ഭാഗത്ത് റാഗ്നറിന്റെ പടയാളികൾ ഇങ്ങനെയുണ്ട്. എല്ലാവരും ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരും. ഇപ്പം എൽബോഗിന്റെ പടയാളികൾക്കും റാഗ്നറിന്റെ പടയാളികൾക്കും എപ്പോഴും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങി. ഇങ്ങനെ മാറി മാറി കോടാലിയും കൊണ്ട് വെട്ടി കൊല്ലും. എപ്പോഴും പോലെ തന്നെ ഇങ്ങനെ ചോരക്കടന്നിന് റോളോ, റാഗ്നർ, ലഗാത്ത, ട്രോസ്റ്റിൻ, ഫ്ലോക്കി ഇവരെല്ലാവരും കൂടെ എൽബോഗിന്റെ സൈനികരെ ഇങ്ങനെ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബിയാൻ ആണെങ്കിൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് യുദ്ധം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്ര നന്നായിട്ടൊന്നും യുദ്ധം ചെയ്യുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഒരാളവനെ നന്നായിട്ട് തന്നെ യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നാലും കുറേ തവണ ബിയാൻ റാഗ്നറാണ് വന്ന് രക്ഷിക്കുന്നത്. ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൽബോഗ് ഇങ്ങനെ യുദ്ധകാലത്തിൽ നിന്ന് ഇങ്ങനെ പിന്നോട്ട് പോകും. റാഗ്നറിനെ ഇങ്ങനെ നോക്കും. റാഗ്നറും എൽബോഗിനെ ഇങ്ങനെ നോക്കും. പിന്നെ ഉള്ളിൽ വന്ന് കുറേ പേരെ ഇങ്ങനെ വെട്ടിക്കൊല്ലും. പിന്നെ അവസാനമായിട്ട് നമ്മുടെ റാഗ്നർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോടാലി എടുത്ത് എൽബോഗിനെ നോക്കി എറിയും. എന്താണെന്ന് വെച്ചാൽ എൽബോഗ് ഇപ്പോൾ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ റാഗ്നർ എറിഞ്ഞ കോടാലി വേറൊരു സൈനികന്റെ മേലെ തട്ടും. എൽബോഗ് ആണെങ്കിൽ ആ യുദ്ധകാലത്ത് നിന്ന് പേടിച്ച് ഓടി തന്റെ കൂടെ വന്ന ഒരു സൈനികനെ കുതിരയിൽ നിന്ന് താഴെ തള്ളിയിട്ട് ആ കുതിരയിൽ എൽബോഗ് കയറിപ്പോകും. എന്നിട്ട് മുതുകും കാണിച്ചിങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ ഓടിപ്പോകും. ഇപ്പൊ ആ യുദ്ധം ഒരു വഴിയായിട്ട് അവസാനിച്ചു. ഇപ്പോൾ റോളോ, ബിയാൻ, റാഗ്നർ ഇവർ 3 പേരും കൂടെ അവനിങ്ങനെ പേടിച്ചോടുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റോളോ, ഇന്ന് നീ നന്നായിട്ട് പോരാടി ബിയാൻ എന്ന് പറയും. പക്ഷെ റാഗ്നർ, നീ ഇനിയും പഠിക്കാനുണ്ടെന്ന് പറയും. പിന്നെ അതിനുശേഷം റാഗ്നർ, റോളോ, ലഗാത്ത, ബിയാൻ, പ്രിൻസസ് ആസ്ലോഗ് അവരുടെ കുട്ടികൾ മറ്റുള്ള എല്ലാവരും കൂടെ അവരുടെ ടൗൺ കാത്തഘട്ടിലേക്ക് ഇങ്ങനെ പോകും. ഇപ്പോൾ കാത്തഘട്ടിലെ ജനങ്ങളാണെങ്കിൽ ഇവർ വരുന്നത് കണ്ടതും റാഗ്നറിനെ കണ്ടതും ഇപ്പോൾ അവർക്കെല്ലാവർക്കും ഇപ്പോൾ നന്നായിട്ട് സന്തോഷം വരും. ഇപ്പോൾ അവരെല്ലാവരും കൂടെ പോയിട്ട് ഇവരിങ്ങനെ വരവേൽക്കും. പ്രധാനമായിട്ടും കുറേ പേര് ലഗാത്തയാണ് പോയിട്ട് ഇങ്ങനെ സ്വാഗതം ചെയ്ത് വരവേൽക്കുന്നത്. ഇത് കാണുന്ന പ്രിൻസസ് ആസ്ലോഗിനാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അസൂയ തോന്നും. വെക്സിസിൽ ആറ്റ്ലിസ്റ്റൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ അവിടേക്ക് ആത്തൽ വുൾഫ് എന്ന് പറയും. ആ അവിശ്വാസികൾ ലൻഡിസ്വാനിൽ വന്നപ്പോഴാണ് നിന്നെ കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ നീ ശരിക്കും നോർത്തുംബ്രയാണോ? അതെ, എൻ്റെ അച്ഛൻ നോർത്തുംബ്രയിലേക്ക് ഇങ്ങനെ കാണാനായി ഒരു യാത്ര പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ നിന്നെയും കൂട്ടുമെന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ആറ്റ്ലിസ്റ്റിൻ്റെ കണ്ണിൽ മേരി മദറിനെ കാണും. മേരി മദർ ഇങ്ങനെ അടുത്ത് വരും. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അത് മേരി മദർ അല്ല, ആറ്റ്ലിസ്റ്റിൻ്റെ ഒരു സങ്കല്പമാണെന്ന്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാരാണെന്ന് വെച്ചാൽ ആ പെണ്ണില്ലേ, ആ കിങ് എഗ്ബത്തിനോട് ആദ്യം മുന്നിൽ വന്ന് ന്യായം ചോദിച്ചില്ലേ, ആ പെണ്ണാണ്. ആ പെണ്ണ് ഇപ്പോൾ ആറ്റ്ലിസ്റ്റിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയും. എന്നിട്ട് അവൻ്റെ കവളിലൊരു ഉമ്മ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ആറ്റ്ലിസ്റ്റിൻ കാരണം കൊണ്ടാണ് ഇവളിപ്പോൾ ജീവനോടുകൂടി ഇരിക്കുന്നതും സംരക്ഷയോടുകൂടി ഇരിക്കുന്നതും. ഇതേ സമയത്ത് ഇവിടെ കാത്തഘട്ടിൽ യുദ്ധകാലത്തിൽ നിന്ന് പിടിച്ചൊരു കൈദിനെ എല്ലാവരുടെ മുന്നിലും വെച്ച് ദൈവങ്ങളുടെ എല്ലാം ദൈവമായ ഓഡിന് ബലി കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ റോളോ ഒരു വലിയൊരു കോടാലി എടുത്തിട്ട് ദൈവങ്ങളുടെ എല്ലാവരുടെയും സമീപം അവരോടുള്ള ആരാധന സൂചനയായി ഞാൻ ഈ ബലി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് ആ കോടാലി എടുത്തിട്ട് ആ കൈദിൻ്റെ തല വെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ റാഗ്നർ വന്ന് തടയും. റോളോവിൻ്റെ കയ്യിൽ നിന്ന് ആ കോടാലി വാങ്ങിയിട്ട് തൻ്റെ മകൻ ബിയാന്റെ കയ്യിൽ ആ കോടാലി കൊടുക്കും. ഇപ്പോൾ ബിയാനും ദൈവങ്ങളോടുള്ള സമീപം അവരോടുള്ള ആരാധന സൂചനയായി ഞാൻ ഈ ബലി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ തല വെട്ടിക്കൊല്ലും. ചോരയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒഴുകും. ആ ചോരയും കൊണ്ട് ഫ്ലോക്കി ഇങ്ങനെ മുഖം കഴുകും. ഇവിടെ എങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ദൂരത്തിൽ നിന്ന് സീർ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് റാഗ്നർ സീറിനെ പോയിട്ട് കാണും. എന്നിട്ട് പറയും, എനിക്ക് ലഗാത്തയുടെ കൂടിയും ആസ്ലോഗിൻ്റെ കൂടിയും അവർ 2 പേരുടെ കൂടിയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് നടക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. അപ്പോൾ സീർ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് പറയും, റാഗ്നർ ലോത്ബ്രോക്ക്, എല്ലാം നീ തീരുമാനിക്കുന്നത് പോലെ തന്നെ നടക്കാനായിട്ട് പറ്റില്ല. നീ ആരുടെ കൂടി ഇരിക്കണം, അവർ 2 പേരുടെ കൂടി ഇരിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചു വിടും. ഇവിടെ വെക്സിസിൽ ആറ്റ്ലിസ്റ്റൻ ഒരു ചർച്ചിലാണുള്ളത്. ആ ചർച്ചിൽ ഒരു ബിഷപ്പ് എല്ലാവർക്കും ഇങ്ങനെ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആറ്റ്ലിസ്റ്റിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ നോർത്ത് മാൻസ് അപ്സലിൽ പോയിട്ടുള്ള ആ ചടങ്ങുകളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ബിഷപ്പ് എല്ലാവരുടെ മുന്നിലും വെച്ച് ഇപ്പോൾ നമ്മുടെ ആറ്റ്ലിസ്റ്റിനും ആ പ്രസാദം കൊടുക്കും. ആറ്റ്ലിസ്റ്റിനും ആ പ്രസാദം വാങ്ങിയിട്ട് ഇങ്ങനെ നേരെ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ പോയിട്ട് ആരും കാണാതെ ആ പ്രസാദം വായിൽ നിന്ന് അങ്ങനെ പുറത്തെടുത്ത് കളയും. ഇവിടെ കാത്തഘട്ടിൽ പ്രിൻസസ് ആസ്ലോഗിനാണെങ്കിൽ മൊത്തം 3 ആൺമക്കളാണല്ലോ. അതിലെ ആദ്യത്തെ 2 ആൺമക്കൾ, അതിലെ ഒരുത്തിൻ്റെ പേര് ഊബെ, ഒരുത്തിൻ്റെ പേര് വിൻസൻ. ഇവർ 2 പേരുടെ കൂടെ ബിയാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിൻസസ് ആസ്ലോഗ് റാഗ്നറിന്റെ അടുത്ത് വന്ന് ലഗാത്തയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കും. ലഗാത്തയുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, ഇത് അവളുടെ തീരുമാനമാണ്. അവൾ പോയതും വന്നതൊന്നും എൻ്റെ തീരുമാനമല്ല. അവളോട് ഞാനായിട്ട് പോവാനായിട്ട് പറയില്ല എന്ന് പറയും. ഇപ്പോൾ ബിയാൻ 2 കുട്ടികളെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും, എൻ്റെ അതേ രക്തത്തിലുള്ള എൻ്റെ സഹോദരന്മാരെ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എൻ്റെ സ്നേഹം ഇവർക്ക് കിട്ടണമെന്ന് പറയും. അതിനുശേഷം റാഗ്നർ നേരെ പോയിട്ട് ലഗാത്തയെ പോയി കാണും. ലഗാത്ത
റോളോ, സിഗി ഇവർ മൂന്നുപേരും കൂടെ ഒരു വീട്ടിലാണ് ഉള്ളത്. എനിക്ക് ലഗാത്തയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ തന്നെ റോളോയും സിഗിയും കൂടെ അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോകും. റാഗ്നർ, ഞാൻ ആലോചിച്ചിരുന്നു എൻ്റെ മകൻ്റെ കാര്യത്തിൽ. അപ്പം ലഗാത്തയും അവൻ ഇവിടെ നിൽക്കുന്നതിലാണ് കൂടുതൽ സന്തോഷം. അപ്പം റാഗ്നർ, അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ, പക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കും. ഇവിടെ റോളോയും സിഗിയും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ സിഗി പറയും, റാഗ്നർ ഇപ്പോഴും ലഗാത്തയെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നീയോ? ഒരു വിധത്തിൽ എനിക്കത് ഇഷ്ടമാണ്, പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ള റോളോ ഈ കണ്ണുകളുള്ള ഈ റോളോ അല്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് അവരങ്ങനെ റൊമാൻറ്റിക് ആവും. അതേ ദിവസം രാത്രിയിൽ ഇടി പൊട്ടി നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലോക്ക് ഇങ്ങനെ ആ മഴയത്ത് ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഹെൽഗയുടെ അടുത്ത് ഓടി വന്നിട്ട് പറയും, ഹെൽഗ, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ തരാം. അവൻ അസാധാരണ കഴിവുകളൊക്കെ ഉള്ളൊരു കുഞ്ഞായിരിക്കും. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹെൽഗ, ഇതൊക്കെ എനിക്ക് ഉറപ്പാണ്. ഇത് നീ കേട്ടോ. ആ ഇടിമിന്നലിൻ്റെ ശബ്ദം തോറ് അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക് ആവും. ഇവിടെ ആത്ലിസ്റ്റൻ ഒറ്റയ്ക്ക് ഇങ്ങനെ യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഞാൻ ദുർബലനായിരിക്കുകയാണ്, എനിക്ക് കരുത്ത് തരണമേ, എന്നിലേക്ക് ഒരിക്കൽ കൂടെ വരണമേ, ഞാൻ അശുദ്ധിയായിരിക്കുകയാണ്, എൻ്റെ കണ്ണ് തുറപ്പിക്കൂ, എന്നെ കാക്കൂ, എൻ്റെ മുന്നിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ താഴെ വീഴും. അതെല്ലാം ഇങ്ങനെ നോക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എന്തൊരു ശബ്ദം കേൾക്കും. അപ്പോൾ തന്നെ മെഴുകുതിരി എടുത്തിട്ട് പോയിട്ട് ആ കട്ടിലിൻ്റെ അടിയിൽ പോയി നോക്കും. അതിൻ്റെ അടിയിൽ പോയി നോക്കുന്നു ഒരു സാത്താൻ ഇങ്ങനെ അദ്ദേഹത്തെ എത്തി നോക്കും. ഇത് കണ്ടത് ഇപ്പോൾ ആത്ലിസ്റ്റൻ നന്നായിട്ട് ഭയപ്പെടും. ഇതെല്ലാം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയുള്ള വിനോദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആത്ലിസ്റ്റന്. ഇവിടെ റാഗ്നർ ഹാളിലിരുന്ന് ഇങ്ങനെ കാത്തഘട്ടിലുള്ള കുറ്റങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വെക്സസിൽ നിന്ന് കിങ് ഹോറിക്കിൻ്റെ പടത്തലവതി ടോർവാർഡൻ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് റാഗ്നറിനോട് പറയും, നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം കിങ് ഹോറിക്കിൻ്റെ കൂടാരം ആക്രമിക്കപ്പെട്ടു. പിന്നെ കാട്ടരികിലായിരുന്നു ആക്രമണം നടന്നത്. നമ്മുടെ വലിയൊരു ശതമാനം, നമ്മുടെ വലിയൊരു ഭാഗം പോരാളികളും വീരമൃത്യുവായി. കിങ് ഹോറിക്കും മകനും മാത്രം ജീവൻ മാത്രം തിരിച്ചു കിട്ടി. അപ്പോൾ ആത്ലിസ്റ്റന് എന്താണ് സംഭവിച്ചത്? അവനെപ്പറ്റി എന്തെങ്കിലും വിവരം? മൈലോഡ്, നിങ്ങൾ ആരെപ്പറ്റിയാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ശരി, എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഇത്രയും വൈകിയത്? മോശം വാർത്തകൾ സന്തോഷ വാർത്തയേക്കാൾ വേഗതയിൽ എത്തില്ല എന്ന് പറയും. ഇപ്പം അവിടേക്ക് ലഗാത്ത വരും. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുന്നിലും പറയും, ഞാനൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. എൻ്റെ മകൻ ബിയാൻ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാൾ ഉപരി അവൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതിലാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ആർക്കും അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾക്കും റാഗ്നർ ലോത്ബ്രോക്കിനെ പോലൊരു അച്ഛനുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെ ചെയ്യൂ. അത് കാരണം കൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ സ്വന്തം മകനെ അവൻ്റെ അച്ഛൻ്റെ ഒപ്പവും അവൻ്റെ അർദ്ധ സഹോദരന്മാരുടെ ഒപ്പവും നിൽക്കാനായി അനുവദിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. എനിക്ക് ചില ധർമ്മങ്ങളൊക്കെ ഉണ്ട്. ഉത്തരവാദിത്തം ഉള്ളൊരു സ്ത്രീയാണ് ഞാൻ. പക്ഷേ എൻ്റെ മകനെ ഞാൻ നിങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവനെ നന്നായി നോക്കണം റാഗ്നർ, എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലഗാത്ത ഇങ്ങനെ പോകും. ഇത് കേൾക്കുന്ന പ്രിൻസസ് ആസ്ലോഗിന് ഇപ്പോഴും നന്നായിട്ട് സങ്കടം വരും. ഇപ്പോൾ ആസ്ലോഗ് ലഗാത്തയുടെ അടുത്ത് പോയിട്ട്, നന്ദിയുണ്ട് ലഗാത്ത, നീ എനിക്ക് വേണ്ടി ചെയ്തതിനെല്ലാം വലിയൊരു നന്ദിയുണ്ട്. ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറയാനായിട്ട് പറ്റില്ല. ഈ കടമൊന്നും എനിക്ക് ഒരിക്കലും വീട്ടാനായിട്ട് കഴിയില്ല. കടമൊക്കെ നീ എന്ന് വീട്ടി കഴിഞ്ഞു. നിനക്ക് നല്ലൊരു ഭാവിയാണ് മുന്നിൽ ഉള്ളത്. ദൈവങ്ങളെല്ലാം വിശ്വസിക്കണം, ഓരോ നിമിഷവും ആസ്വദിക്കണം എന്ന് പറയും. എന്നിട്ട് ലഗാത്തയുടെ മോൻ ബിയാൻ ഇങ്ങനെ കുതിരയിൽ കയറ്റും. എന്നിട്ട് ബിയാൻ പറയും, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതും സഹിച്ചിരിക്കല്ലേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് ലഗാത്തയും അവളുടെ സൈന്യം കൂടി ഇങ്ങനെ തിരിച്ചു പോകും. ശരിക്കും ഈ സീനൊക്കെ എപ്പോഴും മനസ്സിൽ തന്നെ നിൽക്കുന്നൊരു സീനാണ്. ആ വികാരങ്ങളൊന്നും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ വച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. ഇപ്പോൾ ആത്ലിസ്റ്റിന് എന്തായോ എന്ത് സംഭവിച്ചോ എന്ന് പറഞ്ഞ് ഒന്നും തന്നെ റാഗ്നറിന് അറിയില്ല. ഇപ്പോൾ കിങ് ഹോറിക്കും അദ്ദേഹത്തിൻ്റെ മകനും പിന്നെ കുറച്ച് പേരും മാത്രമേ വെക്സസിലുള്ളൂ. ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം. അതുവരെയും കുറച്ച് കാത്തിരിക്കൂ.